അയ്യോ മഹാദേവ, കോഴി കൂവിയല്ലോ. ആഹോ, നാം പുറപ്പെടുകയായി. നമ്മുടെ കോളകം എവിടെ? ഇവിടെ വെച്ചിരുന്നല്ലോ. ഇനിയെങ്കിലും ആ പഴയ കൗപീനം കളഞ്ഞിട്ട്. അയ്യോ, ദേ ഈ ബർമുട ധരിക്കൂ. ഞാനിത് അങ്ങേക്ക് വേണ്ടി വാങ്ങിയതാണ്. Pray well. Have a good day and bye. Okay, I will. ആഹു, ശരിക്കും നേരം വെളുത്തിട്ടില്ല. നമുക്ക് ഈ ബ്രഹ്മമുഹൂർത്തം രതി നിർവേദത്തിനായി ചെലവിടാം. Really? നമുക്ക് അടിച്ച് പൊളിക്കാം. That's great. Okay. Come on. ഞാൻ എന്റെ തപശക്തി കൊണ്ട് എന്റെ ശരീരം ദേവേന്ദ്രനാക്കി മാറ്റുകയാണ്. കാരണം നിനക്ക് ദേവേന്ദ്രനോടാണല്ലോ കൂടുതൽ പ്രിയം. Okay, that's good. ಕುಸುಮ ಬದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. ಓ ಕುಸುಮ ವದನ ಮೋಹ ಸುಂದರ ಮದನ ಲಲಿತ ಗಾನವಲ್ಲವ. സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം കയ്യടാ. ഔ ചപ്പി ചിക്കി നോട്ടി കയ്യടാ. കൊലുസിനൊലൊസ നടനമേ മയിലിനൊത്തൊരഴകിയേ നളനു പ്രണയ ദൂതു പോയ രാജഹംസമേ. കുസുമ വദന മോഹ സുന്ദര സുന്ദര സുന്ദര. എന്ത്? ഞാൻ എന്താ ഈ കാണുന്നത്? Oh my God. അയ്യോ, എന്നോട് ക്ഷമിക്കണേ മഹർഷി. ഞാൻ ഇതുവഴി പോകുന്ന വഴിക്ക് വെറുതെ അങ്ങേ ഒന്ന് കാണാൻ കരുതി കയറിയതാണ്. അപ്പോ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നോ? അത് ദേവേന്ദ്ര, കള്ളം കൂടുതൽ പറയണ്ട. ഞാൻ എല്ലാം എന്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ പ്ലേബാക്ക് ചെയ്ത് കഴിഞ്ഞു. അയ്യോ, യു ആർ എ ബിഗ് ചീറ്റ് ആൻഡ് സിന്നർ. കുടുംബത്തിലെ സ്ത്രീകളെ വഴിപിഴപ്പിക്കുക മാത്രമല്ല കുടുംബ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അയ്യോ, ഞാനോ? ഞാൻ കൂട്ടിക്കൊടുത്തന്നോ? എപ്പോ? നിന്റെ കുടുംബത്തിലെ സ്ത്രീയല്ലേ മേനക? അവളെ വിശ്വാമിത്ര ഭാഷയ്ക്ക് കൂട്ടിക്കൊടുത്തില്ലേ? അതിലുണ്ടായ മകളല്ലേ ശകുന്തള? അയ്യോ, അത് പിന്നെ എന്റെ ദേവേന്ദ്രൻ പട്ടം തെറിക്കുമെന്നായപ്പോ ഞാൻ കാര്യസാധ്യത്തിനായി സ്വന്തം ഭാര്യയെ അന്യർക്ക് കാഴ്ചവെക്കുന്നവൻ പരസ്ത്രീകളെ വെറുതെ വിടുമോ? ശപിക്കല്ലേ മഹർഷി, പ്ലീസ്. യു ഫൂൾ, യു ഷട്ട് അപ്പ്. നീ സഹസ്രഭകനായി ഭവിക്കട്ടെ. ദൈവമേ, എന്ത്? അപ്പോ എന്റെ ദേഹം മുഴുവനും ലാതാ? അതെ, അത് തന്നെ. അയ്യോ, എന്നാലെങ്കിലും നിന്റെ വിഷയാസക്തി കുറയുമെന്ന് നോക്കാം. അയ്യോ മഹർഷി, ഇപ്പൊ ഉള്ളത് തന്നെ അധികമാ. പിന്നെ ഈ 1000 എണ്ണം വെച്ചോണ്ട് ഞാൻ എന്തോ ചെയ്യും മഹർഷി? ചിണങ്ങാതെ പോ ദൂരെ. അഹല്യേ, യു ഫ്രീക്കിംഗ് ബിച്ച്, നീ എന്താ ചെയ്തത്? അയ്യോ, ഞാൻ കരുതി അങ്ങ് വേഷവും രൂപവും തപശക്തി കൊണ്ട് മാറ്റി ദേവേന്ദ്രനായി വന്നു എന്നാണ്. തെറ്റ് തെറ്റ് തെറ്റ്. നിനക്കൊരിക്കലും എന്നെയോ എന്റെ സ്നേഹത്തെയോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അയ്യോ, ഞാൻ എന്തായി കേൾക്കുന്നത്? നീ ഒരിക്കൽ പോലും എന്നെ നിന്റെ മടിയിൽ കിടത്തുകയോ എന്റെ ഈ ജനപിടിച്ച തലമുടിയിൽ തലോടുകയോ ചെയ്തിട്ടില്ല.
എന്റെ ഈ ശുഷ്കമായ ശരീരത്തിൽ നീ ഒരിക്കൽ പോലും മസാജ് ചെയ്തിട്ടില്ല. കാരണം നിനക്കെന്നും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മറ്റും ദേഹഭാഗങ്ങളോടായിരുന്നു പ്രിയം. അയ്യോ, ഞാൻ അവരെല്ലാം ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഫേസ്ബുക്കിൽ മണ്ടി 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 നിന്റെ ഈ സൂപ്പർ സൗന്ദര്യം നിന്നെ അഹങ്കാരിയും വിവേകശൂന്യം സെൽഫിഷുമാക്കി മാറ്റിയിരിക്കുന്നു. നിന്റെ ഈ മഞ്ഞളിച്ച കണ്ണുകൾക്ക് തൊലിപ്പുറത്തെ സൗന്ദര്യം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. എന്റെയും ഇന്ദ്രന്റെയും ശരീരഭാഗങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പോലും നിനക്ക് കഴിഞ്ഞില്ല. നിന്നെ ഞാനിതാ വെറും ഒരു സ്റ്റോണായി മാറാൻ, വെറും ഒരു കല്ലായി മാറാൻ ഞാനിതാ ശപിക്കുന്നു. ഓ, നീ കല്ലുവെട്ടാങ്കുഴിയിലെ കല്ലായി ഭവിക്കട്ടെ. എല്ലാരും നിന്നെ ചവിട്ടി കുഴക്കട്ടെ. നാരായണ നാരായണ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ എന്താണ് ഈ കാണുന്നത്? റിയലി എക്സൈറ്റിംഗ്. മഹർഷേ, കൂടെയുള്ള പുരുഷന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ചെയ്തു കൊടുക്കാതെ സിനിമാ നടന്മാർക്കോ അയൽവാസികൾക്കോ വേണ്ടി എന്ത് ക്രീഡയും ചെയ്തു കൊടുക്കാൻ മടിക്കാത്ത പരമ മണ്ടികളായ സ്ത്രീകൾക്ക് ഈ അഹല്യാശാപം ഒരു പാഠമായിരിക്കട്ടെ. വെൽ ഡൺ ഗൗതം, വെൽ ഡൺ. പാവം ദേവേന്ദ്രൻ അതാ ദേവദാരു മരത്തിന്റെ മറവിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാതെ നാണിച്ചു നിൽക്കുന്നു. പെണ്ണുങ്ങളെ മാത്രമല്ല, പഞ്ചാര വാക്കുകൾ കൊണ്ട് പാട്ടിലാക്കി ക്ഷണനേരത്തെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ മടിക്കാത്ത പുരുഷവർഗത്തിന് ഈ ഇന്ദ്രിയ ശാപം ഒരു പാഠമായിരിക്കട്ടെ. വെൽ ഡൺ മഹർഷി, വെൽ ഡൺ. ഞാൻ ആശ്രമം ഉപേക്ഷിച്ച് കാട്ടിനുള്ളിൽ ഘോര തപസ്സിനായി പോവുകയാണ്. ഓം ബൈ ബൈ. സ്റ്റോപ്പ് മിസ്റ്റർ ഗൗതം, സ്റ്റോപ്പ്. ദേവേന്ദ്ര, നാണിക്കണ്ട, കയറി വരൂ. ഓ, ഇത് മഹാനാണക്കേട് തന്നെ. നോക്കൂ മഹർഷേ, എന്തൊരു നാണക്കേടാ ഇത്. എനിക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. ഹലോ ഗൗതം മഹർഷി, ശാപമോക്ഷത്തിനുള്ള ഡയലോഗ് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകൂ. ഓ സോറി, അക്കാര്യം ഞാൻ വിട്ടുപോയി. ഇന്ദ്രൻ ശിവനെ ഭജിക്കട്ടെ. അദ്ദേഹം എസ്കേപ്പ് റൂട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അഹല്യയോ? ഓ, ഇവൾ അടുത്ത യുഗം വരെ ഒരു ചവിട്ടുകല്ലായി ഇവിടെ കിടക്കും. ശ്രീരാമൻ അടുത്ത യുഗത്തിൽ ഈശ്വരനായി ചാർജ് എടുത്ത് വരുമ്പോൾ she will get മോക്ഷം. Then she can have a second chance, please. Fantastic. Bye. Fantastic മഹർഷി, ഫാന്റാസ്റ്റിക്. നാരായണ നാരായണ. എത്ര വലിയവനായിക്കൊള്ളട്ടെ, തെറ്റു ചെയ്യുന്നവൻ വെള്ളം കുടിക്കും. ഞാനും പോകുന്നു. നാരായണ നാരായണ. ദേവ് ശിവവചനം നടത്തൂ. നാരായണ നാരായണ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ആരാണ് ഈ ഭക്തൻ? അയ്യോ മഹാദേവ, ഇത് ഞാനാ, ദേവേന്ദ്രൻ. വാട്ട് ഹാപ്പൻ? ഒരബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. നാം ജ്ഞാനദൃഷ്ടിയിലെല്ലാം മനസ്സിലാക്കുന്നു. നിനക്കവിടെ ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ ഇവരാരും പോരായിരുന്നോ? അയ്യോ, ഒരബദ്ധം പറ്റിപ്പോയതാണ്. അത് തിന്നും പിള്ള കൊതിപ്പിള്ളാന്ന് കേട്ടിട്ടില്ലേ? എനിക്ക് അഹല്യെ കണ്ടപ്പോൾ ത്രിലോകത്തിലെയും സുന്ദരിയല്ലേ അവൾ. ഞാനൊരു പുരുഷനല്ലേ, എനിക്ക് സഹിച്ചില്ല, ക്ഷമിക്കണം. ഇതാ കണ്ടില്ലേ ദേഹം, അയ്യേ ദേഹം ആസകലം പുറത്തിറങ്ങാൻ വയ്യ. തലയിലും മുതുകത്തും എല്ലായിടത്തും. കയ്യിൽ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല.
ഓക്കെ, ഹിയർ ഈസ് ദ ഡീൽ. സൗത്ത് ഇന്ത്യയിൽ കന്യാകുമാരിക്കടുത്ത് നമുക്കൊരു ഫാം ഹൗസ് ഉണ്ട്. സ്ഥാണുമാലിക ക്ഷേത്രമെന്നാണ് അതിന്റെ നാമധേയം. അതിന് ഞാനെന്ത് വേണം? ഓ. തോക്കിനകത്ത് കയറി വെടിവെക്കണ്ട. ഓ ഓ ഓ ഇല്ല. നാം പറയുന്നത് നീ കേട്ടാ മതി. ഓ. അവിടെയുള്ള കുളത്തിൽ നീ പോയി മുങ്ങി കുളിക്കണം. ഏതായാലും ഈ അവസ്ഥയിൽ പകൽ വെട്ടത്തിൽ അങ്ങോട്ട് പോണ്ട. ഇല്ല. മുതുപാതിരയാകുമ്പോൾ ആരും കാണാതെ നീ നീങ്ങിയോ നിരങ്ങിയോ നീ ചെന്ന ആ കുളത്തിൽ മുങ്ങി കുളിക്കണം. ഓ. മുങ്ങി നിവരുമ്പോ ഈ കാണുന്നതൊക്കെ കൊഴിഞ്ഞു പോകും. അയ്യോ, എല്ലാം ഒക്കെ ഒന്നൊഴികെ. ഓ, സന്തോഷം. അങ്ങനെ നീ അവിടെ കുളിക്കുന്നത് കാരണം നീ ക്ലീനാകും. ഇന്ദ്രൻ കുളിച്ചത് കാരണം ഇനി നാളെ മുതൽ അവിടം ശുചീന്ദ്രം എന്ന നാമധേയത്തിൽ അറിയപ്പെടും. ഓ, റിയലി? Yes. ഓ, ഭഗവാൻ. സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ശുചീന്ദ്രമെന്ന്. അപ്പോ കാണാം. മംഗളം ഭവന്തു. താങ്ക് യു മഹാദേവ. ശ്രീരാമ രാമ ഈശ്വരാംശ സംഭവനായ അങ്ങ് ഈ ശിലയിൽ പാദസ്പർശം നടത്തിയാൽ അഹല്യയ്ക്ക് ശാപമോക്ഷമായി. ശരി, ശ്രീരാമ രാമ അങ്ങയുടെ അനുഗ്രഹാശിസുകളോടെ ഞാൻ ആ മഹത്കർമ്മം നിർവഹിക്കാൻ പോകുന്നു. ശ്രീരാമ രാമ ശ്രീരാമ ഭദ്രജയ ശ്രീരാമ